ആലപ്പുഴയിൽ കല്ലേറിൽ KSRTC ബസിന്റെ ചില്ല് തകർന്ന സംഭവത്തിൽ വഴിത്തിരിവ്. ബസിന്റെ ചില്ല് കല്ലേറിൽ തകർന്നതല്ലെന്ന് പോലീസ്. മുന്നിൽ പോയ വാഹനങ്ങളിൽ നിന്നോ റോഡിൽ കിടന്ന കല്ലിൽ ടയർ കയറിയപ്പോൾ കല്ല് തെറിച്ചതാകാമോ എന്നാണ് നിഗമനം. ഇന്നുച്ചയ്ക്ക് 12 മണിയോടെയാണ് ആലപ്പുഴ പുറക്കാട് SNM ഹയർ സെക്കൻഡറി സ്കൂളിന് മുന്നിൽ ദേശീയപാതയിൽ KSRTC ബസിന്റെ മുൻഭാഗത്തെ ചില്ല് കല്ല് വീണ് തകരുന്നത്. സംഭവത്തിൽ ചില്ല് തെറിച്ചു വീണ് ഡ്രൈവറായ സലീമിന് സാരമായ പരുക്കേൽക്കുകയും ചെയ്തു. ബസ് ഒതുക്കിയതിനു ശേഷം ഡ്രൈവറെ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. ഹെൽമറ്റ് ധരിച്ച് ബൈക്കിലെത്തിയ 2 യുവാക്കളിൽ പിന്നിലിരുന്നയാളാണ് കല്ലെറിഞ്ഞതെന്ന് ഡ്രൈവർ പറഞ്ഞു എന്നാണ് ഓടിക്കൂടിയ പ്രദേശവാസികൾ പോലീസിനെ അറിയിച്ചത്. ഡ്രൈവറും സമാനമായ രീതിയിലുള്ള മൊഴി നൽകി. 3 പാറക്കല്ലുകൾ തെറിച്ചു വീണതായി മൊഴിയിലുണ്ട്. പിന്നീട് അമ്പലപ്പുഴ പോലീസ് നടത്തിയ തുടരന്വേഷണത്തിൽ പ്രദേശത്തുള്ള CCTVകൾ മുഴുവൻ പരിശോധിച്ചു. പക്ഷേ മൊഴി പ്രകാരമുള്ള ഇരുചക്രവാഹനം ബസിന് മുന്നേ സഞ്ചരിച്ചതായി ദൃശ്യങ്ങളിൽ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ദേശീയപാത നിർമ്മാണം നടക്കുന്നിടത്ത് മുന്നിൽ സഞ്ചരിച്ച വാഹനങ്ങളിൽ തട്ടിയോ കല്ല് തെറിച്ചു വീണതാകാം എന്ന നിഗമനത്തിലാണ് പോലീസ്. രണ്ടാമതും ബസ് ജീവനക്കാരോട് വിശദാംശങ്ങൾ തേടിയപ്പോൾ അവരും ഈ സാധ്യത തള്ളിക്കളയുന്നില്ല. എറണാകുളത്തു നിന്ന് കരുനാഗപ്പള്ളിയിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരുന്ന ബസ്സിലെ 60ഓളം യാത്രക്കാരും ബസ് ജീവനക്കാരും ബസ് പെട്ടെന്ന് നിയന്ത്രിച്ച് നിർത്താൻ കഴിഞ്ഞതുകൊണ്ടാണ് വലിയ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. 24 ആലപ്പുഴ.